ആകാശത്തുനിന്ന് പൊട്ടി വീണ ഒരാളൊന്നും അല്ലല്ലോ മന്ത്രി. ഇതുപോലെ ജനിച്ച് ജീവിച്ച് വളർന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു വന്ന ഒരാളല്ലേ മന്ത്രി. അതിനകത്തുള്ളതെന്ന് വെച്ചാൽ ഒരു സവർണ മനസ്സാണ് അതിനകത്തുള്ളത്. അല്ല, ഐത്തത്തിന്റെ പേരിലാണ് ഞാൻ മേശപ്പുറത്ത് മുട്ടായി ഇട്ടുകൊടുത്തതെന്ന് പറയാനായിട്ട് ആർക്കാ സാധിക്കുക? ആ സനാതന ധർമ്മത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ തെറ്റായിട്ടുള്ള ധാരണയാണ്. ഞങ്ങൾ യഥാർത്ഥത്തിൽ ധരിച്ചത് 9:30-ക്കാണ് ക്ലാസ് ആരംഭിക്കുക എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ 9 മുതൽ 9:30 വരെയുള്ള ലെഷർ ടൈമിന് കുഞ്ഞുങ്ങളെ കാണാം എന്ന് കരുതിയാണ് വന്നത്. പക്ഷേ ഇവിടെ വരുമ്പോഴേ അറിയുന്നത് 9 മണിക്കാണ് ഇവിടുത്തെ ക്ലാസ് ടൈം എന്ന്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുഞ്ഞുങ്ങളെ കാണാനായിട്ട് ഇപ്പം നിന്നിട്ടില്ല. പിന്നീട് ലെഷർ ടൈമുള്ളപ്പോൾ വന്ന് കുട്ടികളെ കണ്ടുകൊള്ളാം. ഇന്നലെ ഈ മെനിയാന്നുമായിട്ടൊക്കെ ഉയർന്നു വന്ന വളരെയേറെ വേദനാജനകമായിട്ടുള്ള ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ബഹുമാനപ്പെട്ട മുൻ വിദ്യാഭ്യാസ മന്ത്രിയും ഈ നിയോജക മണ്ഡലത്തിന്റെ MLA ആയിട്ട് 10 വർഷക്കാലം പ്രവർത്തിക്കുകയും ഈ കട്ടേലയിലെ അംബേദ്കർ മെമ്മോറിയൽ റെസിഡൻഷ്യൽ സ്കൂളിന്റെ രക്ഷാധികാരിയായിട്ട് 10 വർഷക്കാലം നിന്ന് പ്രവർത്തിച്ച ഞാനും ഇവിടെ വന്നത്. പ്രവേശനോത്സവം എന്ന് പറയുന്നത് കുട്ടികൾക്ക് ആഹ്ലാദം നൽകുന്ന ഒന്ന് തന്നെയാണ്. പക്ഷേ ഈ കട്ടേല സ്കൂളിലെ പ്രവേശനോത്സവം എപ്പോഴും വളരെ ശ്രദ്ധേയമായിട്ടുള്ള പ്രവേശനോത്സവമായിട്ടാണ് മാറാറുള്ളത്. 10 വർഷക്കാലം അങ്ങനെയായിരുന്നു എന്ന് ഞാൻ ഓർക്കുകയാണ്. പക്ഷേ ഈ വർഷത്തെ കട്ടേല സ്കൂളിലെ പ്രവേശനോത്സവം കുഞ്ഞുങ്ങൾക്ക് സന്തോഷമല്ല, സന്താപമാണ് നൽകിയതെന്ന് അറിയുമ്പോൾ പൊതുപ്രവർത്തകരായിട്ടുള്ള എന്നെപ്പോലുള്ള ആളുകൾക്ക് നല്ല വിഷമവും ദുഃഖവും ഉണ്ട്. നമ്മുടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ഊരുകളിലെ കുട്ടികളാണ് മഹാഭൂരിപക്ഷം വരുന്ന കുട്ടികൾ. അത് തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ളവർ മാത്രമല്ല, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള വിവിധ ജില്ലകളിലെ ഊരുകളിലെ ഏതാണ്ട് 400-ലധികം വരുന്ന കുട്ടികൾ, അതും പെൺകുട്ടികൾ 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് ഈ കട്ടേല സ്കൂള്. ഗവൺമെന്റ് 2 ഗവൺമെന്റുകളും 1ഉം 2ഉം പിണറായി ഗവൺമെന്റുകൾ വളരെ വലിയ പ്രത്യേകതയും പരിരക്ഷയും നൽകി സംരക്ഷിച്ചു പോന്നിട്ടുള്ള ഒരു സ്കൂളാണ്. ഈ സ്കൂളിലെ കുട്ടികളും ഗവൺമെന്റും തമ്മിലുള്ള ആത്മബന്ധം വളരെ വലുതാണ്. കുട്ടികളുടെ ഏത് ആവശ്യത്തിനും സർക്കാർ കുട്ടികളോടൊപ്പം തന്നെ ഉണ്ടായിട്ടുണ്ട്. നിയമസഭാ സാമാജികൻ എന്നുള്ള നിലയിൽ ഏറ്റവും നല്ല ഊഷ്മളമായിട്ടുള്ള ബന്ധം ഞാൻ സൂക്ഷിച്ചിരുന്നൊരു സ്കൂളാണ്. അവരെല്ലാവരും എന്നെ ഈ 10 വർഷക്കാലവും വിളിച്ചിട്ടുള്ളത് അപ്പാപ്പനെന്നാണ്. അവരുടെ അപ്പാപ്പനായിട്ട് പ്രവർത്തിക്കാനും അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് കണ്ടറിഞ്ഞ് അവരെ ചേർത്ത് നിർത്താനും ഇവിടെ രസമെന്ന് വെച്ചാൽ ഈ സ്കൂളിൽ പഠിക്കാൻ വരുന്ന കുട്ടികൾ പലപ്പോഴും ഈ തിയേറ്ററിൽ പോയി സിനിമ കാണാത്തവരാണ്. അവരാദ്യമായിട്ട് ഒരു തിയേറ്ററിൽ പോയി സിനിമ കണ്ടത് ജയ് ജയ് ഹോ എന്ന് പറയുന്നൊരു സിനിമ ഞാൻ അവരെ എല്ലാവരെയും കൂടെ കൂട്ടി തിയേറ്ററിൽ കൊണ്ടുപോകുമ്പോഴാണ് ഒരു ബിഗ് സ്ക്രീനിൽ അവർ സിനിമ, അവർ അത്ഭുതത്തോടു കൂടിയാണ് സിനിമ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പരിമിതികളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ഊരുകളിൽ നിന്ന് വരുന്ന കുട്ടികളെ ചേർത്ത് നിർത്തുകയും അവർക്ക് മറ്റുള്ളവരെ പോലെ തന്നെയാണ് നിങ്ങളുമെന്ന സന്ദേശം നൽകുകയൊക്കെ ചെയ്യുക എന്ന് പറയുന്നതായിട്ടുള്ള ഒരു വലിയ കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്തിന്റെ പേരിലാണെങ്കിലും ശരി, MLAയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ള അതിനിപ്പോൾ ഒരുപാട് ന്യായീകരണങ്ങളൊക്കെ പറയാൻ സാധിക്കും. മന്ത്രി എന്ന് പറഞ്ഞാൽ ആകാശത്തുനിന്ന് പൊട്ടി വീണ ഒരാളൊന്നും അല്ലല്ലോ മന്ത്രി. ഇതുപോലെ ജനിച്ച് ജീവിച്ച് വളർന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു വന്ന ഒരാളല്ലേ മന്ത്രി. അവരും കൂടെ നോക്കി നിൽക്കുകയാണ് ഈ മോശത്തരം അരങ്ങേറിയതെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് യഥാർത്ഥത്തിൽ അതിനെ ന്യായീകരിക്കാനൊക്കെ ഒരുപക്ഷെ സാധിക്കും. അതിനകത്തുള്ളതെന്ന് വെച്ചാൽ ഒരു സവർണ മനസ്സാണ് അതിനകത്തുള്ളത്. അത് എപ്പോഴും സംസാരിക്കുമ്പോഴും പറയുന്നത്, എപ്പോൾ ഏത് സന്ദർഭത്തിൽ ഏത് യോഗത്തിൽ സംസാരിക്കുമ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് സനാതന ധർമ്മത്തെക്കുറിച്ചും മറ്റുമൊക്കെയാണ് എപ്പോഴും സംസാരിക്കുക. സനാതന ധർമ്മം ത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് എപ്പോഴും നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന യാഥാസ്ഥിതിക ബോധമാണ് അദ്ദേഹത്തെ പലപ്പോഴും നയിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലൊക്കെ ഞാൻ ധാരാളമായിട്ട് ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്. പലപ്പോഴും നമ്മുടെ രാജ്യത്ത് പണ്ടുകാലത്ത് നിലനിന്നിരുന്നതായിട്ടുള്ള യാഥാസ്ഥിതികമായിട്ടുള്ള ചിന്തകൾ, ജാതിമത ബോധങ്ങൾ, വരേണ്യ വർഗത്തെ അവരെ സംരക്ഷിക്കുന്ന നിലപാടുകൾ, ഇതെല്ലാമാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലും ഒക്കെ തന്നെ നേടിച്ചത്. അത് ഉള്ളിൽ ഉറഞ്ഞുകൂടിയ ഒരു ബോധ്യമാണ്. ആ ബോധ്യമാണ് അറിയാതെ തന്നെ പലപ്പോഴും പുറത്തേക്ക് ചാടിപ്പോകുന്നത്. ബോധപൂർവമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ആക്ച്വലി അത് ചാടുന്നത് ഈ വരേണ്യവർഗ ബോധമാണ്. ആ സനാതന ധർമ്മത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ തെറ്റായിട്ടുള്ള ധാരണയാണ്. നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്നതായിട്ടുള്ള ജാതീയ വിവേചനങ്ങളെ ന്യായീകരിക്കുന്ന ഒരു ധർമ്മബോധത്തിന്റെ വക്താവായിട്ട് പലപ്പോഴും നിലകൊള്ളുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത്. മുരളീധരൻ അതിലെ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. പുള്ളി പറയുന്നത് ഇപ്പം ഈ മിഠായി ഇട്ടുകൊടുത്തതിന്റെ കാര്യം മന്ത്രിമാരടക്കം വന്ന പരിപാടിയാണ്.
അപ്പൊ ഈ പരിപാടി വളരെ വേഗത്തിൽ നടക്കാൻ വേണ്ടി കുട്ടികൾക്ക് കുറേയേറെ മുട്ടായി ഇട്ട് കൊടുത്തു നൽകി എന്നുള്ള തരത്തിലാണ് പുള്ളി സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിന് അങ്ങനെ പറയാനേ സാധിക്കൂ. ഞാനതിനെ കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല. അല്ല, ഐത്തത്തിന്റെ പിന്നെ പേരിലാണ് ഞാൻ മേശപ്പുറത്ത് മുട്ടായി ഇട്ടുകൊടുത്തതെന്ന് പറയാനായിട്ട് ആർക്കാ സാധിക്കുക? ഞാൻ പറഞ്ഞത് ആ മനസ്സിനകത്ത് കട്ടപിടിച്ച് നിൽക്കുന്ന യാഥാസ്ഥിതിക ബോധവും ആ സവർണ മേധാവിത്വപരമായിട്ടുള്ള സാമൂഹ്യ അവസ്ഥയുമാണ് യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞത്. ബോധപൂർവമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. എപ്പോഴും മനസ്സിനകത്ത് അതാണ്. സനാതന ധർമ്മത്തെക്കുറിച്ച് എപ്പോഴും സംസാരിക്കുക. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ആ കാലത്ത് നിലനിന്നിരുന്ന സവർണ ആധിപത്യത്തെക്കുറിച്ചുള്ള ചിന്ത മനസ്സിനകത്ത് എപ്പോഴും ഉണ്ടാവുക. ഈ ജാതിയിൽ കുറഞ്ഞവരെന്ന് അവർ ധരിക്കുന്ന ആളുകളെ കാണുമ്പോൾ ഒരു അകൽച്ച പാലിക്കാനുള്ള മാനസികാവസ്ഥയുണ്ടാവുക. ഇതൊക്കെ ഈ കൂട്ടർക്ക് എപ്പോഴും ഉണ്ടാകുന്നതായിട്ടുള്ളൊരു കാര്യമാണ്. അതിന്റെ ഭാഗമായിട്ട് വരുന്നൊരു പ്രശ്നമായിട്ട് നമുക്കതിനെ കാണേണ്ട കാര്യമുള്ളൂ. നമ്മളതിന്റെ ഉള്ളിലേക്കൊന്നും പോകുന്നില്ല. ഇന്നലെ ഇവിടെ നടന്ന സംഭവം നിങ്ങൾ വാർത്താ മാധ്യമങ്ങളിലൊക്കെ കണ്ടതുകൊണ്ടും സോഷ്യൽ മീഡിയയിൽ വലിയ ആഘോഷമായിട്ട് കുറേ ആളുകൾ കൊണ്ടു നടക്കുന്നതുകൊണ്ടും ഇദ്ദേഹത്തിന്റെ ഒരു മറുപടി കണ്ടതുകൊണ്ടും ബഹുമാനപ്പെട്ട മുൻ വിദ്യാഭ്യാസ മന്ത്രിയും കൂട്ടി രാവിലെ ഇവിടെ വന്ന് കുട്ടികളെ കാണാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അധികൃതർ പറഞ്ഞു 9 മണിക്ക് ക്ലാസ് തുടങ്ങി. അവരെ കാണാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നില്ല. അതിന്റെ ആവശ്യമില്ല. അപ്പോൾ അവരെ കണ്ട് സംസാരിക്കാനായിട്ട് വന്നതാണ്. അവർക്ക് കുറച്ച് മിഠായിയൊക്കെ കൊടുക്കാൻ വേണ്ടി വന്നതാണ്. ഏതായാലും ഇവിടെ വന്ന് അന്വേഷിക്കാന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്വം എന്നുള്ള നിലയിൽ വന്നതാണ്. അതിനെ സംബന്ധിച്ചുള്ള ഒരു ഞങ്ങളുടെ ബോധ്യമാണ് ഞാനിവിടെ പറഞ്ഞത്. ഇല്ല അതിവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ചെറിയ കാര്യം എന്ന് ശ്രീ മുരളീധരൻ പറയുന്നുണ്ടല്ലോ. അദ്ദേഹത്തിന് ഇത് ചെറുതാണ്. അതാ ഞാൻ പറഞ്ഞത്, ആ മനസ്സതാണ്. ഇതൊരു ചെറിയ കാര്യമായിട്ട് കാണത്തക്ക ഒരു മാനസികാവസ്ഥയിലാണ് അദ്ദേഹം നിൽക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന പ്രത്യയശാസ്ത്രം നിൽക്കുന്നത്, അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ ബോധ്യം നിൽക്കുന്നത്. നമ്മൾ രാജ്യത്തുടനീളം കാണുന്നൊരു കാഴ്ചയില്ലേ, ഇവിടെ വേണ്ടത്ര നടപ്പിലാക്കാൻ അവർക്ക് സാധിക്കാത്തത് ഇടതുപക്ഷ രാഷ്ട്രീയം ശക്തമായതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ അവർണ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളവരും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളവരും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും അനുഭവിക്കുന്നത് പോലെ കൊടിയ ക്രൂരതയും ദുരിതങ്ങളും ഒക്കെ തന്നെ അനുഭവിക്കുമായിരുന്നു. ഇന്നലെ ഞാൻ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ ഒരു കാഴ്ച കണ്ടു. പശുക്കൾ അല്ലെങ്കിൽ അതുപോലുള്ള ആടുമാടുകൾ ഒക്കെ തന്നെ മരിച്ച് വീഴുന്നതിനെ എല്ലാം അവിടെ ചീഞ്ഞഴിഞ്ഞു പോവുകയാണെന്ന്. കാരണം തൊലി ഉരിച്ചെടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. 100-300 ഉറുപ്പിക കിട്ടും. അങ്ങനെ തൊലി ഉരിച്ചെടുക്കുന്നതായിട്ടുള്ള ഒരു വിഭാഗം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. തൊലി ഉരിച്ചെടുക്കുന്ന ആളുകളെ കൂട്ടക്കൊല ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തയ്യാറായതിന്റെ ഭാഗമായിട്ട് അവർ ആ പ്രവൃത്തി ചെയ്യാൻ തയ്യാറാവുന്നില്ല. അത്ര നീചമായിട്ടുള്ള പ്രവൃത്തിയാണ് BJP RSS സംഘപരിവാർ രാഷ്ട്രീയ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നത്. ഇവിടെ അത് വേണ്ടത്ര ബലപ്പോയില്ല. ഇവിടെ വന്നിട്ട് അങ്ങനെയൊന്നും കാണിക്കാനൊന്നും പറ്റുകയില്ല, ആർക്കും പറ്റുകയില്ല. ഇത് കേരളമാണ്. കേരളത്തിൽ വന്നിട്ട് UP-യിലും ബീഹാറിലും മറ്റ് സംസ്ഥാനങ്ങളിലും നടക്കുന്നത് പോലെ സവർണ മേധാവിത്വത്തിന്റേതായിട്ടുള്ള ഹുങ്കും അങ്ങനെയൊന്നും നടത്താനായിട്ട് ഇവിടെ പറ്റുകയില്ല. അതുകൊണ്ടാണ് ഇതൊരു ചെറിയ കാര്യമല്ലേ ഇതിനെ ജാതീയമായിട്ട് ഇങ്ങനെ നടക്കേണ്ടത്. നമ്മളാരും ഇതിനെ ജാതീയമായിട്ട് കൊണ്ട് നടക്കുന്നില്ല. കാണിച്ചത് മോശമായി പോയി എന്ന് പറഞ്ഞത്. ഈ സ്കൂൾ എന്ന് പറയുന്നത് വളരെ മിടുക്കരായിട്ടുള്ള കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളാണ്. ആ ചിത്രത്തിൽ കാണുന്നില്ലേ, സംസ്ഥാന തലത്തിൽ പങ്കെടുത്തവരും മെഡൽ ജേതാക്കളും. അവർ ഏത് മത്സരത്തിൽ പങ്കെടുത്താലും, കായിക മത്സരമാകട്ടെ കലാമത്സരമാകട്ടെ, മിക്കവാറും പോകുന്നവരെല്ലാവരും സമ്മാനങ്ങളുമായിട്ട് വരുന്ന അത്ര മിടുക്കരായിട്ടുള്ള കുഞ്ഞുങ്ങൾ പഠിക്കുന്ന പള്ളിക്കൂടം എന്ന് പറയുന്നത്. ആ പള്ളിക്കൂടത്തോടുള്ള നമ്മുടെ ആഭിമുഖ്യം വളരെ വലുതാണ്.